റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. അർജുന അയങ്കി തളിപ്പറമ്പിലെ അപ്പാർട്ട്മെന്റിൽ എത്തി എന്ന് സംശയിക്കുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. അർജുന അയങ്കി പിടികൂടിയത് മുതലുള്ള എല്ലാ നിർണായക ദൃശ്യങ്ങളും റിപ്പോർട്ടറാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നൽകുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അർജുൻ അയങ്കി അപ്പാർട്ട്മെന്റിൽ എത്തി എന്ന് സംശയിക്കുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 3:45-നാണ് ഈ കാറ് അപ്പാർട്ട്മെന്റിൽ എത്തിയതായി സംശയിക്കുന്നത്. ഒരു ചുവപ്പ് നെക്സോൺ കാർ അപ്പാർട്ട്മെന്റിന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ഈ റിപ്പോർട്ടറിൽ മാത്രം. അർജുൻ കല്യാട് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. അർജുൻ കല്യാട്, നമ്മളിപ്പോൾ ആദ്യം അവിടെ പോലീസ് എത്തിയ ദൃശ്യങ്ങൾ കൊടുത്തു. അപ്പാർട്ട്മെന്റിന് മുന്നിലേക്ക് ആ നെക്സോൺ കാറ് ഉച്ചയ്ക്ക് 3:45 കൂടിയാണ് എത്തുന്നത്. അതായത് അർജുൻ കല്യാട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് അയങ്കി ഈ അപ്പാർട്ട്മെന്റിലേക്ക് ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി വരുന്നത് ഈ നെക്സോൺ കാറിലാണ്. ഈ നെക്സോൺ കാർ ആരുടേതാണ് എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. പോലീസ് ഒരുപക്ഷെ ഇനി അത് കണ്ടെത്തുമായിരിക്കും. അപ്പോൾ ഇതാണ് ആ ദൃശ്യങ്ങൾ. അർജുൻ അയങ്കി അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയ നെക്സോൺ കാറിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇന്നലെ ഉച്ച മുതൽ ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം അല്ലേ അർജുൻ കല്യാൺ? അരുൺ, തീർച്ചയായിട്ടും ഇന്നലെ ഉച്ച മുതൽ തന്നെ അർജുൻ അയങ്കി ഈ ഫ്ളാറ്റിലുണ്ട് എന്നുള്ളത് സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഒരു ചുവന്ന നെക്സോൺ കാറിലാണ് അർജുൻ അയങ്കി സഞ്ചരിച്ചത് എന്നുള്ള വിവരം നേരത്തെ തന്നെ പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. കാരണം തളിപ്പറമ്പിൽ നിന്നും പിന്നീട് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയ അർജുൻ അയങ്കി ഈ പറയുന്ന ചുടല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നിറങ്ങുകയും അവിടെ നിന്ന് ഈ ചുവന്ന നെക്സോൺ കാറിലാണ് അർജുൻ സഞ്ചരിച്ചത് എന്നുള്ള കാര്യം പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്നു. അതേ ചുവപ്പ് നെക്സോൺ കാർ എന്ന് സംശയിക്കത്തക്ക രീതിയിലുള്ള CCTV ആണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഉച്ചയ്ക്ക് 3:45 3:41 എന്നുള്ളതാണ് ഈ പറയുന്ന CCTVയിൽ നമ്മൾ കാണിക്കുന്ന സമയം. ആ 3:41 തന്നെ അർജുൻ അയങ്കി ഈ പറയുന്ന അപ്പാർട്ട്മെന്റിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം പുലർച്ചെ 2:45 പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന അത്രയും സമയം, ഏകദേശം 10-12 മണിക്കൂർ സമയം അർജുൻ അയങ്കി ഈ അപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു. കണ്ണൂർ നഗരത്തിൽ തന്നെയായിരുന്നു, മറ്റെവിടെയും പോയിരുന്നില്ല. കഴിഞ്ഞ ദിവസം വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചിരിക്കുന്നത്, അവസാനത്തെ പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ ഒരുപക്ഷെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ച് പരിശോധിക്കുമ്പോൾ, അതായത് ഉച്ചയ്ക്ക് വൈകുന്നേരം 3:45 ഇന്നലെ അർജുൻ അയങ്കി ഈ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു കാര്യങ്ങൾ ഒരുപക്ഷെ അഭിഭാഷകരോട് സംസാരിച്ചിട്ടുണ്ടാവാം. അതിനിടയിൽ വീഡിയോ ചിത്രീകരിക്കുന്നു. ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി പുറത്തു വന്നത്. അതിനകത്ത് പറയുന്നുണ്ട് താൻ ആരെയും വെല്ലുവിളിച്ചിട്ടില്ല, തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി അർജുൻ അയങ്കി പറഞ്ഞിട്ടുള്ള ഒരു ദീർഘ വീഡിയോ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചത് ഒരുപക്ഷെ ഈ അപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇന്നലെ, അതായത് ഇന്ന് പുലർച്ചെ 2:45 പോലീസ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത് വരെയും അർജുൻ അയങ്കി വിചാരിച്ചിട്ടുണ്ടാവുക താൻ ഇവിടെ സുരക്ഷിതമാണ്, മറ്റ് പലയിടങ്ങളിലും പോലീസ് പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഈ സ്ഥലം വളരെ സുരക്ഷിതമാണ് എന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ അപ്പാർട്ട്മെന്റിൽ അർജുൻ അയങ്കി കഴിഞ്ഞിട്ടുണ്ടാവുക. നമ്മൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയാത്ത ഒരു ദൃശ്യം വേണമെങ്കിൽ നമുക്കിപ്പോൾ കാണിക്കാവുന്നതാണ്. കാരണം ഈ പറയുന്ന അപ്പാർട്ട്മെന്റിൽ നമുക്ക് എങ്ങനെയാണ് ഇവിടെ സംഭവങ്ങൾ, ഈ അപ്പാർട്ട്മെന്റിനകത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഈ അപ്പാർട്ട്മെന്റിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പ്രധാനമായും 2 വാതിലുകളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക. കയറി വരുമ്പോൾ തന്നെ ഒരു വാതിൽ ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ഇതിലേതാണ് അർജുൻ അയങ്കി ഉണ്ടായിരുന്ന അപ്പാർട്ട്മെന്റ് എന്നും നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. ഇത് ഒരു ഡോറാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു അപ്പാർട്ട്മെൻറ്റ് കൂടി ഇതിൻ്റെ പുറകുവശത്തായി വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൽ ഏത് അപ്പാർട്ട്മെൻറ്റിനകത്താണ് അർജുൻ അയങ്കി ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അത് അറിയാൻ മറ്റ് മാർഗങ്ങളില്ല. ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത് ഈ പറയുന്ന അപ്പാർട്ട്മെൻറ്റിൽ വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ ഈ പറയുന്ന അഭിഭാഷക ദമ്പതികൾ താമസം തുടങ്ങിയിട്ട് എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. ഇനി നമുക്ക് ഈ കെട്ടിടത്തിന്റെ ഉടമയെ ഒന്ന് കണ്ടെത്തി അദ്ദേഹത്തോടൊന്ന് ഫോൺ ചെയ്തോ മറ്റോ ചോദിച്ചാൽ ഈ അഭിഭാഷക ദമ്പതികളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. അവരെ ഇപ്പോഴും നമ്മൾ കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരും എടുക്കുന്നില്ലല്ലോ. ഒന്നുകൂടി വേണമെങ്കിൽ അർജുൻ കല്യാണൊന്ന് കോളിംഗ് ബെൽ അടിച്ച് നോക്കിക്കോളൂ. അകത്തിന് ആരെങ്കിലും ഉണ്ടോ, അകത്ത് റിപ്പോർട്ടർ കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് നമുക്കറിയത്തില്ല. ഒന്ന് വേണമെങ്കിൽ കോളിംഗ് ബെൽ അടിച്ചോളൂ അർജുൻ കല്യാൺ. ഇതിനകത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത് സൗണ്ട് നമുക്ക് കേൾക്കാം, പക്ഷേ ഇതിനകത്ത് ആരും റെസ്പോണ്ട് ചെയ്യുന്നതായി കേൾക്കുന്നില്ല. ഇതിന് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിനകത്തും നമ്മൾ കോളിംഗ് ബെൽ അടിച്ചു. അതിനകത്തും കോളിംഗ് ബെല്ല്
നമുക്ക് അകത്തുനിന്ന് കേൾക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ ആരും ഇതുവരെയും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അതായത് നിലവിൽ ഇപ്പോൾ എന്തായാലും ഇവിടെ ആളുകളില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തായാലും ഇവിടെ താമസക്കാരായ അഭിഭാഷകർ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇന്നലെ തന്നെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് താമസം സ്വാഭാവികമായി നമ്മൾ കാണും. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അവരോടൊപ്പം എത്തുമല്ലോ. താങ്ക് യു അർജുൻ കല്യാൺ. കാര്യങ്ങളൊക്കെ ഏറെക്കുറെ പ്രേക്ഷകർ വ്യക്തമായിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് അർജുൻ ആയങ്കി പിടികൂടിയതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ഇന്നലെ ഉച്ചയോടുകൂടി അർജുൻ ആയങ്കി കണ്ണൂരിൽ തളിപ്പറമ്പിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ എത്തുന്നു. അവിടെ നിന്ന് ചൂലാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തുന്നത്. അവിടെ ഒരു നെക്സോൺ കാർ കാത്തു കിടക്കുന്നു. ആ ചുവന്ന നെക്സോൺ കാറിൽ അവിടെ നിന്ന് ഈ താളിക്കാവിലുള്ള അപ്പാർട്ട്മെന്റിലേക്ക് 3:45 എത്തുന്നു. ഇതൊരു ഓട്ടോ ഡ്രൈവറാണ് പോലീസിന് വിവരം കൊടുക്കുന്നത്. ഓട്ടോ ഡ്രൈവർ കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നെക്സോണിന്റെ ഡ്രൈവറെ ബന്ധപ്പെടുന്നു. നെക്സോണിന്റെ ഡ്രൈവർ കൊടുത്ത വിവരമനുസരിച്ച് ഫ്ളാറ്റിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പോലീസ് ബോധ്യപ്പെടുന്നു. പോലീസ് ബോധ്യപ്പെടാൻ വേണ്ടി ഈ അപ്പാർട്ട്മെന്റിലെത്തി CCTV ദൃശ്യങ്ങൾ കാണുന്നു. CCTV ദൃശ്യങ്ങളിൽ അർജുൻ ആയങ്കി നല്ല പോലെ പതിഞ്ഞിട്ടുണ്ട്. അർജുൻ ആയങ്കി ഫ്ളാറ്റിലുണ്ട് എന്നുള്ളത് പോലീസിന് മനസ്സിലാവുന്നു. രാത്രി 1:58 മഫ്റ്റിയിലെത്തുന്ന പോലീസ് സംഘം അഭിഭാഷക ദമ്പതികളുടെ മുറിയിൽ വാതിൽ കൊട്ടുന്നു. അഭിഭാഷക ദമ്പതികൾ പുറത്തു വന്ന് ചോദിക്കുന്നു, എന്താ കാര്യം? അർജുൻ ആയങ്കിയെ വേണം. അർജുൻ ആയങ്കി ഇവിടെ ഇല്ല എന്ന് പറയുന്നു. അത് പോലീസുമായിട്ടുള്ള സംഭാഷണം. അപ്പോൾ വാറണ്ട് ഉണ്ടോ എന്ന് അഭിഭാഷകർ ചോദിക്കുന്നു. 1 അല്ല 4 വാറണ്ട് അഭിഭാഷകരെ കാണിക്കുന്നു. അതിനുശേഷം പോലീസ് അർജുൻ ആയങ്കി പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇനി പോലീസിന്റെ വേർഷനാണ് ടു കോർട്ട് പോലീസ് ഓഫീസർ അർജുൻ ആയങ്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് പിന്തുടർന്ന് പിടികൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അർജുൻ ആയങ്കിയുടെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ച് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ഇറങ്ങി വരുന്ന വഴിക്ക് അർജുൻ ആയങ്കി ചോദിക്കുന്ന ചോദ്യം, അടലിപ്പോയവരെ കിട്ടിയ എന്ന് ചോദിക്കുന്നു. തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്ന സമയത്തും അർജുൻ ആയങ്കി പ്രതികരിക്കുന്നുണ്ട്. പറയാനുള്ളതെല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. CAയുടെ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ ജീവിതം നശിപ്പിച്ചയാളായതുകൊണ്ടാണ് ഈ കോതമംഗലം CA ഞാൻ ഭീഷണിപ്പെടുത്തിയത് എന്നാണ്. ഒന്നുകിൽ CAയും അർജുൻ ആയങ്കി ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതൊക്കെ സ്റ്റേഷൻ ജാമ്യത്തിൽ പോരാവുന്ന കേസുകളാണോ? കൂടുതൽ നാളകത്ത് കിടക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് പോലീസ് ഇനി ചാർജ് ചെയ്യുന്നത് എന്നുള്ളത് കാത്തിരിക്കുക. ഇതിനിടയിൽ കോഴിക്കോട് നടക്കാവിൽ നിന്ന് അർജുൻ്റെ സഹോദരൻ അജയെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്.